Care of patient COP 5A കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ടിലായാലും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിലായാലും അത് ഒ പി ഡിയിലാണെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ ITയിലോ OTയിലോ എവിടെയാണെങ്കിലും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സാഹചര്യം ഒരു CPR റിക്വയർ ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഉടൻ തന്നെ CPR കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആയിരിക്കണം. അത് ഏത് ടൈമിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനകത്ത്. അതിനെക്കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പേഷ്യൻ്റ് OPയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടേക്കാം. ഒരു തിയേറ്ററിൽ കേസിന് വേണ്ടി കയറ്റി കഴിയുമ്പോഴാകാം ഇതേ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് ആൻഡ് ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പം അതിന് നമുക്ക് ആ ഒരു ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്രാഷ് കാർട്ട് അവൈലബിൾ ആയിരിക്കണം. അതിന് ഉള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. അക്സെപ്റ്റഡ് പ്രാക്ടീസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഒരു പ്രൊസീജിയർ ഡിസ്പ്ലേ ചെയ്യാനുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കണം. എന്ത് പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ CPRന് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നത്, ആഫ്റ്റർ പോസ്റ്റ് ഈവൻറ്റ് ഹാൻഡ്ലിങ് എങ്ങനെയായിരിക്കണം എന്നതിനുള്ള പ്രോട്ടോക്കോൾ ഡിഫൈൻഡ് ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഓൾ ദ ടൈം ആ പ്രോട്ടോക്കോൾ ഡിസ്പ്ലേഡ് ആയിരിക്കണം. പ്രോമിനൻ്റ്ലി ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ഇൻ ഓൾ ഏരിയാസ്. COP 5A CPR services are available and provided to patients at all times in all areas. അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. ICU ആയാലും OTയിലാണെങ്കിലും OPDയിലാണെങ്കിലും നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കണം. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ ഉണ്ടാവണം. ബേസിക് ആണോ അഡ്വാൻസ്ഡ് ആണോ ലൈഫ് സപ്പോർട്ട് അതനുസരിച്ചത് നമുക്ക് മാനേജ് ചെയ്യാനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവണം. പ്രോട്ടോക്കോൾ ഡിസ്പ്ലേഡ് ആയിരിക്കും.